ഓണം എന്ന് കേൾക്കുമ്പോഴേ ചില കറികൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനെ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന കറികളിലൊന്നാണ് ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി, ചിലർ ഇഞ്ചിക്കറി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന റെസിപ്പി പുളിയിഞ്ചി. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. പുളി ഇഞ്ചി ആണല്ലോ പേര്. അപ്പം നമുക്ക് ആദ്യമേ ഈ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇഞ്ചിയൊക്കെ വറുത്ത് വരുമ്പോഴത്തേന് പുളി നല്ല സെറ്റായി നമുക്ക് പുളി വെള്ളം ഒഴിക്കാനാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. വേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശർക്കര. അത് ശർക്കര നേരത്തെ തന്നെ ഉരുക്കി കല്ലും തരിയും ഒന്നുമില്ലാതെ വേണം ചേർക്കാൻ. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. നമ്മളിതിന് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നത് ഇത് കുറച്ച് ദിവസങ്ങളിൽ, ആഴ്ചകളോളം കേടാകാതിരിക്കും, അതിനായിട്ടാണ്. പച്ചമുളക് പകുതി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്കതിലേക്ക് കായം കൂടി ഇട്ട് കൊടുക്കണം. ഇനിയും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി എത്ര പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടോ? ഇങ്ങനെ അരിഞ്ഞാൽ നമുക്ക് ഇത് ഇഞ്ചി വറുത്ത് പൊടിക്കാനൊന്നും പോകണ്ട. വളരെ ഈസിയായിട്ട് ഇതങ്ങ് മൂത്ത് വന്നോളും. അതല്ലെങ്കിൽ ഇഞ്ചി വലുതായിട്ട് അരിഞ്ഞ് അത് പിന്നെ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര കമ്പർസം പരിപാടിയാണ്. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നന്നായിട്ട് മൂക്കട്ടെ. ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഇഞ്ചി കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വരണം. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് ആയി വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന്, ചില ഇഞ്ചിയും കൂടെ ഒന്ന് നല്ലപോലെ മൂക്കാനുണ്ട്. നല്ലതുപോലെ ഇഞ്ചി മൂക്കണം. അതല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനിടയ്ക്ക് എൻ്റെ വാൽച്ചട്ടി നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചട്ടി. ഇപ്പോൾ ഇഞ്ചി നല്ലതുപോലെ എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ട്. ഒരു കിലുകില ശബ്ദം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത്. ഇനി തീ ചെറുതാക്കി വെച്ച് ഈ പുളിവെള്ളത്തിനകത്ത് ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ട്. പുളിവെള്ളത്തിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ശർക്കര ചേർക്കുന്നത്. പുളിവെള്ളത്തിനൊപ്പം മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച്, ആ തിളയ്ക്കുന്ന ഉടനെ ഇഞ്ചി കുറച്ച് സോഫ്റ്റായിട്ട് ഇതിനോട് ചേരും. കറി കുറച്ചുകൂടെ നല്ല സ്മൂത്താകും. പക്ഷേ തിളച്ച് കുറച്ച് പറ്റിയതിന് ശേഷം വേണം നമുക്ക് ശർക്കര ചേർക്കാൻ. ചിലർ കടുക് വറുക്കുമ്പം ചുമന്നുള്ളി ചേർക്കും. സത്യത്തിൽ ചുമന്നുള്ളി ചേർക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി ചേർത്താൽ അത് പെട്ടെന്ന് അഴുക്കാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് അല്പം ചുമന്നുള്ളി ചേർക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ടത് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കണമെന്ന് മാത്രം. ഇതിപ്പോൾ വെള്ളം പറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ച് കല്ലൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. പുളിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പുളി കൂടുതൽ ചേർക്കാം. ശർക്കരയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കാം. പക്ഷേ ഇഞ്ചിയുടെ ആ ഘ്രാണം ഉള്ളതുകൊണ്ട് എന്തായിരുന്നാലും നല്ല ടേസ്റ്റാവും. വെറുതെ ശർക്കര, ഇനി മറയൂർ ശർക്കരയാണെന്ന് പറഞ്ഞാൽ പോലും വെറുതെ എടുത്ത് ഇതിനകത്ത് ഇടരുത്. തരിതരിപ്പും കല്ലും ഉണ്ടാവും. വെള്ളം പറ്റും തോറും ഇത് കുറുകിക്കൊണ്ടേയിരിക്കും. ശർക്കര ഇങ്ങനെ തിളച്ച് കുറുകിക്കോളും. സാധ്യ രുചിയുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിനും ഒരുപാട് നല്ലതാണ് ഇഞ്ചിക്കറി. ഇത് കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇത് ഓഫ് ചെയ്തിടാം. ഇനി ചട്ടിയിലിരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ അങ്ങ് തിക്കാവും. വെള്ളം ഒട്ടുമില്ലാത്ത 2-3 കറിവേപ്പില ഇടാം. അശേഷം പോലും വെള്ളം കാണാൻ പാടില്ല. നമ്മുടെ ഇഞ്ചിക്കറി അഴുക്കായിപ്പോവും. വറക്കാനും പൊടിക്കാനും ഒന്നും പോകണ്ട. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഓണത്തിൻ്റെ ഒരുപാട് റെസിപ്പീസ് വളരെ ട്രഡീഷണൽ ഒത്തൻറ്റിക് വേയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതും ഒന്ന് സമയമുള്ളപ്പോൾ കണ്ടു നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.